ഇത് റെക്കോർഡ് ചെയ്തോളൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ നീതു. Good afternoon, ma'am. എന്തെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ, ഗുഡ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളൊക്കെ ഓർമ്മയുണ്ടോ? സയൻസിന്റെ ഭാഗത്തൊക്കെ ഉണ്ട്, സോഷ്യൽ സയൻസിലെ കുറച്ചൊക്കെ. ഓർമ്മയുണ്ടല്ലേ? ഗുഡ്. അപ്പം മാമിന്റെ പേര് ഷാദിയ എന്നാണ്. മാം മോളുടെ ജിയോഗ്രഫിന്റെ ടീച്ചറാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. ജിയോഗ്രഫി ഇഷ്ടമാണോ മോക്ക്? ജോഗ്രഫി പൊതുവെ ഇത്തിരി താല്പര്യം കുറവാണ്. ഓക്കെ, ജിയോഗ്രഫി ഒരു കഥ പോലെ പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ. മോളുടെ ഹോബീസ് എന്തൊക്കെയാണ് ചെയ്യാറ്? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇഷ്ടമാണ്. ഓക്കെ അങ്ങനെ കീബോർഡ് വായിക്കും. ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. ബുക്സ് ഒക്കെ റീഡ് ചെയ്യാറുണ്ടോ? അല്ല, നീതു ക്ലിയർ ആണോ? ബുക്സ് ഒക്കെ റീഡ് ചെയ്യാറുണ്ടോ? ബുക്സ് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, മാമിന്റെ സൗണ്ടും ക്യാമറയും ഒക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഇപ്പോൾ ഓഡിബിൾ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ബേസിക് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റിസോഴ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല മാം. ഓക്കെ, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വസ്തു തിങ്ങിനെ കൊണ്ട് നമുക്ക് ഒരു യൂസ്ഫുൾ ഉണ്ടാവണം, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നീതു തന്നെ നോക്കി, നീതുവിന്റെ വീട്ടിൽ ചുറ്റിലും ഇപ്പൊ നോക്കുമ്പോ റൂമിൽ ഫാനുണ്ട്, ടേബിൾ ഉണ്ട്, ബുക്ക് ഉണ്ട്. നീതുവിന്റെ നിയർ എടുത്ത് എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത് മാമിന് പറഞ്ഞുതരുമോ? മാം കുറച്ചും കൂടെ വോയിസ് ഇൻക്രീസ് ചെയ്യോ? ഓക്കെ, നീതുവിന്റെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളാണുള്ളതെന്ന് മാമിനൊന്ന് ഷെയർ ചെയ്ത് പറഞ്ഞുതരുമോ? എൻ്റെ അടുത്തിപ്പോ ഫാൻ ഉണ്ട്, ടേബിൾ ഉണ്ട്, TV ഉണ്ട്, ഓക്കെ, കബോർഡ് ഉണ്ട്, ഗുഡ്. ഓക്കെ ഓക്കെ ചെയർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു റിസോഴ്സസ് ആണ്. ആ റിസോഴ്സ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ആ ആ വസ്തു നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചെയർ എന്താണ്? ചെയർ നമ്മൾ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ചെയർ അതെ. ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇരുന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാൻ എന്ത് ചെയ്യും? നമുക്ക് കാറ്റ് തരുന്നുണ്ട്. ഫാനിനെ കൊണ്ടുള്ള യൂസ് എന്താ നോക്കുമ്പോ അത് കാറ്റ് തരുന്നുണ്ട്. ഓക്കെ യെസ്. ഓക്കെ, അപ്പം റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ റിസോഴ്സ് നമുക്ക് നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിസോഴ്സിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിന് യൂട്ടിലിറ്റിയും വാല്യൂയും ഉണ്ട്. ഓക്കെ, യൂട്ടിലിറ്റി മീൻസ് യൂസ്ഫുൾ ആയിരിക്കണം. അതിന് യൂസ്ഫുൾനെസ്, ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. യൂട്ടിലിറ്റിനെ നമുക്ക് യൂസ്ഫുൾനെസ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൈസ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ചെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനൊരു പ്രൈസ് ഉണ്ടാവും, എക്സാമ്പിൾ ആയിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു കല്ലിനെ എടുക്കാം. ഒരു കല്ല് എന്ന് പറയുന്ന വസ്തുവാണ്. ആ വസ്തു നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒരു യൂട്ടിലിറ്റി പ്ലസ് വാല്യൂ വരണം. ആ കല്ലിനെ നമ്മളൊരു ശില്പം അല്ലെങ്കിൽ സ്റ്റാച്യു ഒക്കെ ചെയ്തു വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പം മാമിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നീതു ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആയിട്ട് പറയണേ. ഓക്കെ ഓക്കെ, അപ്പം ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റണം.
അപ്പം ഇവിടെ നമുക്ക് ഒരു കല്ലിന് ഒരു ഉപമായിട്ട് എടുക്കുമ്പോൾ കല്ലിൽ കൊത്തുപണിയൊക്കെ എടുത്ത് അതിനെ നല്ലൊരു ശില്പിയായിട്ട് കൊണ്ടുവരുമ്പം അതിനെന്ത് വരും? വാല്യൂ വരും. ഓക്കെ, അപ്പം ഒരു വാല്യൂ പ്ലസ് യൂട്ടിലിറ്റി കൂടുമ്പോഴാണ് നമുക്കൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുക. വിച്ച് മീൻസ് ഇറ്റ് വാണ്ട് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ് ഓൾസോ. നമ്മുടെ നീഡ്സിന് അത് സാറ്റിസ്ഫൈ ചെയ്യും വേണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ആയാൽ നീ ഇത് ജസ്റ്റ് ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് ഓക്കെ ആയി എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതില് Mona and Raju were helping Amma to clean their houses. Look at all these things. നമുക്ക് ഇതിൽ തന്നെ ഈ ലൈനിൽ തന്നെ മനസ്സിലാവും അവര് അവരുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. യുടെൻസിൽ, food grains, combs, their bottles of honey, books. Each of this has use, said Mona. That is why they are important, said അമ്മ. ഇതൊക്കെ എന്താണ്? ആ വീട്ടിൽ അവര് റിസോഴ്സസ് ആയി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവരുടെ വീട്ടിൽ അവർ യൂസ് ചെയ്യുന്ന ഓരോ തിങ്സിനെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് അണ്ടർസ്റ്റാൻഡ് ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടണേ. ഓക്കെ മോളെ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ റിസോഴ്സസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. റിസോഴ്സസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ? നേച്ചറൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്. അങ്ങനെ 3 ആയിട്ട് നമുക്ക് ഈ റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ ഇതു? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പം വാട്ട് ഈസ് റിസോഴ്സസ്? അങ്ങനെ രാജു അമ്മയോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അമ്മ, എന്താണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? അപ്പം അമ്മ റിപ്ലൈ ചെയ്യും, എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ്. അപ്പൊ ഇതിൽ തന്നെ മാം നേരത്തെ പറഞ്ഞ ഒരു ലൈൻ നമുക്ക് കാണാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ നമുക്ക് റിസോഴ്സ് എന്ന് വിളിക്കാമെന്ന് അമ്മ റിപ്ലൈ ചെയ്യുന്നു രാജുവിന്റെ അടുത്ത്. ഓക്കെ, look around, you have observed, you will be able to identify many types of resources. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ടൈപ്പ് റിസോഴ്സസ് കാണാം. ഓക്കെ, നിതു ജസ്റ്റ് മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താണ് റിസോഴ്സസ് എന്ന് ഒന്ന് പറയാമോ? എന്താണ് മാം ഇവിടെ തന്നിട്ടുള്ളതാണോ? എന്താണ് മാം ഇപ്പൊ പറഞ്ഞ നിതുവിന് റിസോഴ്സസ് എന്താണെന്ന് ക്ലിയർ ആയോ? Anything that can be used to satisfy a need. ഓക്കെ, ഗുഡ്. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിസോഴ്സസ് എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ലുക്ക് അറൌണ്ട്, you can observe, you can able to identify many types of resources. The water you drink. Okay, ഈ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസോഴ്സ് ആണ്. അതിന് നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം. കാരണം വാട്ടർ ഒരിക്കലും നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നത്, ഇറ്റ്സ് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത്? വാട്ടർ. ഓക്കെ, അപ്പം വാട്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം? നാച്ചുറൽ റിസോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വാട്ടറിനെ കാണാം. ഓക്കെ, water is the driven to okay, water is help to when you are thirsty. നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. യു യൂസ് ഇൻ യുവർ ഹൗസ്. നമ്മുടെ വീട്ടില് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ്. അത് നാച്ചുറൽ നിന്നുണ്ടായി വരുന്നതാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. ദ റിക്ഷ യു ക്യാൻ യൂസ് ടു ഗെറ്റ് ഹോം ഫ്രം ദ സ്കൂൾ. അപ്പൊ നമ്മൾ റിക്ഷ യൂസ് നമ്മള് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോകാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ, അത് എന്താണ്? ഒരു റിസോഴ്സ് ആണ്. അതിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് നമുക്ക് അതിൽ നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിനെ കൊണ്ട് നമുക്ക് റിക്ഷയെ എന്ത് വിളിക്കാം? ഒരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ മോളെ? മോള് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ.
കേൾക്കുന്നില്ലേ? സോറി മാം, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ റിക്ഷ, അതെനിക്ക് ഓക്കെ. മനസ്സിലായി. ഈ റിക്ഷനെ ഓക്കെ, ഈ റിക്ഷ എന്ന് പറയുന്നത് നമുക്കൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? റിക്ഷക്ക് നമ്മൾ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിക്ഷക്ക് ഒരു വാല്യൂ കാണണം. അവരൊരു നമ്മളോട് ഒരു പ്രൈസ് പറയും, അല്ലെ? ഇത്ര പ്രൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു മന്തിലേക്ക് ഇത്ര പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവിടാം കുട്ടികളെ. ഓക്കെ, എക്സാമ്പിൾ. അപ്പം ആ റിക്ഷക്ക് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. യൂസ്ഫുൾ ആണോ? അപ്പൊ അത് നമുക്ക് യൂസ്ഫുൾ ആണോ നോക്കുമ്പോൾ അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അവിടെ നമ്മുടെ നീഡ് എന്താണ്? കുട്ടിയെ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തിക്കുക, തിരിച്ച് സ്കൂളിൽ ടു ഹോം, വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ നമ്മുടെ നീഡ്. അപ്പൊ ആ നീഡ് നമുക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ റിക്ഷ ഈസ് എ റിസോഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ മാം. ഓക്കെ. ഓക്കെ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾനെസ് അല്ലെ, യൂസ്ഫുൾ ആവുക, അതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? പറയുന്നുണ്ട്, അതിനാണ് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് അത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു യൂസ്ഫുൾനെസ്സും വേണം, ഒരു വാല്യൂ വേണം. അതാണ് റിസോഴ്സ്. അത്ര സിംപ്ലി അതിനെ മീൻ ചെയ്യാനുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. The textbook you use to study all are resources. Okay, ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ഒരു റിസോഴ്സ് ആണ്. ഓക്കെ, എങ്ങനെയാണ് അതൊരു റിസോഴ്സ് ആവുന്നത്? അത് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു വാല്യൂ ഉണ്ടോ? ഇല്ലേ? നമ്മൾ ബുക്ക് വാങ്ങുന്നത് പ്രൈസ് അല്ലെങ്കിൽ മണി, ക്യാഷ് കൊടുത്തിട്ടാണ് എന്ത് ബുക്ക് വാങ്ങിക്കുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട് അപ്പുറത്ത്. ഓക്കെ, അത് നമ്മളെ പഠിക്കാൻ വേണ്ടി, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ നീഡ്, ഇവിടെ ആവശ്യം. ആ നീഡിന് അവരെന്ത് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ തിരിച്ചെന്താ കൊടുക്കുന്നത്? വാല്യൂ കൊടുക്കുന്നുണ്ട്. വാല്യൂ മീൻസ് മണി ഓർ പ്രൈസ്. ഓക്കെ, understand? Your father has prepared a tasty snack for you. The fresh vegetables has used also a resource. Okay, നമ്മൾ ഇതിലെ ഒരു എക്സാമ്പിൾ പറയുന്നത് യുവർ ഫാദർ ഹാസ് പ്രിപ്പയർഡ് എ ടേസ്റ്റി സ്നാക്ക് ഫോർ യു. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ അച്ഛൻ എന്താ യൂസ് ചെയ്തത്? ഫ്രഷ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്തത്. ഹാസ് യൂസ്ഡ് ആസ്, ഇതിനെ നമുക്കൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. വെജിറ്റബിൾ നിധുവിന് മനസ്സിലായി? നിധു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് വെജിറ്റബിളിനെ നമുക്കൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുക? വെജിറ്റബിൾസ് കൊണ്ടാണല്ലോ അഡിഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, അതുകൊണ്ടാണ്. അതെ, വെജിറ്റബിളിനെ കൊണ്ട് നമ്മൾ ആ ഡിഷ് ഉണ്ടാക്കി. അപ്പം വെജിറ്റബിൾ നമ്മുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തു. ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അതിനെ സാറ്റിസ്ഫൈ ചെയ്തു, അല്ലേ? അപ്പം അച്ഛൻ അത് ഉണ്ടാക്കണമെങ്കിൽ ആ വെജിറ്റബിൾ കിട്ടണം. അപ്പൊ അത് കിട്ടി, അത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ അച്ഛൻ ആ വെജിറ്റബിൾ എങ്ങനെയാ കിട്ടിയത്? അച്ഛൻ അതിന് എന്ത് കൊടുത്തു? പ്രൈസ് അല്ലെ വാല്യൂ കൊടുത്തു, അല്ലെ? ഒരു ക്യാഷ് കൊടുത്തപ്പാണ് അച്ഛന് വെജിറ്റബിൾ വാങ്ങാൻ പറ്റിയത്. അപ്പൊ അതാണ് ഇതില് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ ടോപ്പിക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. വാട്ടർ, ഇലക്ട്രിസിറ്റി, റിക്ഷ, വെജിറ്റബിൾ ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഹാസ് സംതിങ് ഇൻ കോമൺ. ഇതിൽ നോക്കുമ്പോ ഇതെല്ലാം ഒരു കോമൺ ആയിട്ട് കാണാൻ പറ്റും, അല്ലെ? ഇതൊക്കെ നമ്മൾ എന്താണ് ഡെയിലി ലൈഫിലേക്ക് യൂസ് ചെയ്യുന്നത് പോലെ, അല്ലെ? വാട്ടർ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും റിക്ഷ, വെജിറ്റബിൾ ആൻഡ് ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കേട്ട ഒരു കാര്യങ്ങളാണ്. They have all been used by you, so they have utility. അപ്പം ഇതിനൊരു യൂട്ടിലിറ്റി ഉണ്ട്, അതാണ് മാം പറഞ്ഞത്. Utility or usability is makes an object or substance a resources. Okay, ഈ ലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ട്ടോ. എന്താണ് റിസോഴ്സ് എന്ന് പറയുമ്പം a utility or usability is what make a object or substance a resources. ഒരു ഒബ്ജക്റ്റിനെയോ ഒരു സബ്സ്റ്റൻസിനെയോ റിസോഴ്സ് എന്ന് പറയുന്നത് അതിനൊരു യൂട്ടിലിറ്റി ഓർ യൂസബിലിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ? ഓക്കെ. വാട്ട് ഇസ് സംതിങ് ബിക്കം എ റിസോഴ്സസ്? എങ്ങനെയാണ് ഒരു സാധനത്തിന് നമ്മൾ അത് റിസോഴ്സ് ആണോ, ഒരു വസ്തു ആണോ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ജസ്റ്റ് ഒരു സാധനം മാത്രമാണോ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നാണ് രാജു ചോദിക്കുന്നത്. രാജു, നൗ
wanted to know, Amma told the children that the things become resource only when they have a value. എല്ലാ സാധനങ്ങളും ഒരിക്കലും ഒരു റിസോഴ്സ് ആവത്തില്ല എങ്ങനെ അതിനൊരു വാല്യൂ ഇല്ലെങ്കിൽ. ഒരു കല്ല് ഇപ്പൊ നിലത്ത് വെറുതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? അതൊരു കല്ലാണ്. അതിന് നമുക്ക് റിസോഴ്സ് ആയിട്ട് അതിനൊരു യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനെ നമുക്കൊരു റിസോഴ്സ് എന്ന് അപ്പം വിളിക്കാൻ പറ്റത്തില്ല. ആ കല്ലിനെ നമ്മൾ എപ്പോഴാണ് റിസോഴ്സ് വിളിക്കുക? അതിനൊരു വാല്യൂ വേണം. അതാണ് മാം ഫസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ഇല്ലേ, ആ കല്ലിനെ നമ്മളൊരു ശില്പിയാക്കി കടയിൽ വെച്ച് വിൽക്കുമ്പം അതിനെന്ത് വരും? ഒരു വാല്യൂ വരും. അല്ലേ? ഇല്ലേ? കറക്റ്റ് അല്ലേ? ഇതു മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പൊ അമ്മ പറയും ഇറ്റ് യൂസ് ഓർ യൂട്ടിലിറ്റി ഗിവ് ഇറ്റ്സ് വാല്യൂ. ഓൾ ദ റിസോഴ്സസ് ഹാവ് സം വാല്യൂ സെഡ് അമ്മ. അപ്പൊ അമ്മ രാജുവിനും മോനക്കും പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ റിസോഴ്സിനും ഒരു വാല്യൂ ഉണ്ടാവും. ഒരു വാല്യൂ വരുമ്പോഴാണ് അതിനൊരു റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുക. ഓക്കെ. വാല്യൂ മീൻസ് വർത്ത്. സം റിസോഴ്സസ് ഹാവ് എക്കണോമിക് വാല്യൂ, സം ഡു നോട്ട്. ചിലതിന് എക്കണോമിക്കലി വാല്യൂ ഉണ്ടാവും, പൈസന്റെ ഒരു മണി വാല്യൂ ഉണ്ടാവും. ചിലതിന് മണി വാല്യൂ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ മെറ്റൽസ് മേ ഹാവ് എ എക്കണോമിക് വാല്യൂ അല്ലെ. മെറ്റൽസിനെ കൊണ്ട് അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് മേ നോട്ട്. അതെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലാൻഡ്സ്കേപ്പിന് പക്ഷെ നമുക്ക് വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നീതുവിന് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ടോ? ഓക്കെ, മറ്റുള്ള ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നീതു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാം PDF ഷെയർ ചെയ്യാൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. താങ്ക് യു. ലീവ് ചെയ്തോളൂ.